ഇന്ന് പത്രവിശേഷങ്ങൾ വിശദമായി പറയാൻ വി.എസ്. സനോജാണ് എനിക്കൊപ്പം ഉള്ളത്. വി.എസ്. സനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ബീഹാർ തന്നെയാണോ? അതെ, ഇത് മൊത്തം ബീഹാറാണ്. മൊത്തം എല്ലാ പേജുകളിലും ബീഹാർ ഇടം പിടിച്ച ദിവസമാണ്. അപ്പോൾ ആ വാർത്തകളിലേക്ക് തന്നെ വരാം നമുക്ക്. ഏതായാലും ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങൾ, അല്ലാതെ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും എല്ലാം ഒന്നാം പേജിലും ഉൾപേജുകളിലും എല്ലാം ബീഹാറിനെ സവിസ്തരം വിവരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വർണ്ണിച്ചിരിക്കുന്നു. വളരെ ആലങ്കാരികമായ തലക്കെട്ടുകളടക്കം നൽകിക്കൊണ്ട് അവർ ബീഹാർ വാർത്തയെ, അല്ലെങ്കിൽ ബീഹാറിലെ മഹാഗഡ്ബന്ധൻ്റെ പതനവും ഒപ്പം NDA സർക്കാരിൻ്റെ, അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും അനിഷേധ്യമായ വിജയം വളരെ ആ രീതിയിൽ തന്നെ അർഹിക്കുന്ന ആ പരിഗണനയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മലയാളം പത്രങ്ങളിലേക്ക് എടുത്താൽ മലയാള മനോരമയുടെ ഒന്നാം പേജ് വളരെ അവർ രസകരമായി ചെയ്തിട്ടുണ്ട്. കാരണം ബിഗ് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് BJP-യെയും JDU-നെയും ഒരു പ്രത്യേക രീതിയിൽ ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് ബീഹാർ തൂത്തുവാരി NDA എന്നാണ് ഒന്നാം പേജിൽ മനോരമ പറയുന്നത്. അതിൽ ആരോപണങ്ങൾ ഏശിയില്ല, ക്ഷേമരാഷ്ട്രീയം തുണയായി എന്ന് പറയുന്നു. ഒപ്പം നിതീഷ് 10ാം തവണയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും ബീഹാറിലെ കക്ഷി നില അടക്കം നൽകിക്കൊണ്ട് അതിൻ്റെ ടേബിൾ നൽകിക്കൊണ്ട് ഒന്നാം പേജിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് അവരുടെ ബാനർ ഹെഡിൽ മലയാള മനോരമ ഈ പറയുന്ന വോട്ട് ചോരിയെ അമ്പെയ്ത് വീഴ്ത്തുന്ന ഒരു, അതായത് രാഹുൽ ഗാന്ധിയും തേജസ്വിയും പോകുന്ന വണ്ടി ടയറിലേക്ക് അമ്പെയ്ത് വീഴ്ത്തുന്ന ഒരു ഇല്ലസ്ട്രേഷൻ കൂടെ ചേർത്തുകൊണ്ട് ബീഹാറിൻ്റെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു വിജയം ഏതായാലും മലയാള മനോരമ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ ഉൾപേജുകളിലും ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിനെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു പത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 8-9 പേജുകളിൽ മലയാള മനോരമ വളരെ രസകരമായി നൽകിയിരിക്കുന്നു. ഒന്ന്, നിതീഷിന് ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷിൻ്റെ ഒരു കാരിക്കേച്ചർ നൽകിയിരിക്കുന്നു. ഇന്ത്യക്ക് നിരാഹാർ, NDAക്ക് ആഹാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വികസനവും ജാതി സമവാക്യവും അടക്കം ചേരുവകളെല്ലാം തുണച്ചു. എന്നാൽ ഈ പല സാഹചര്യങ്ങളും അനുകൂലമായിട്ടും ഫലമുണ്ടായില്ല എന്നുള്ളതാണ്. അതായത് NDAക്ക് ആഹാർ, ഇന്ത്യക്ക് നിരാഹാർ എന്നാണ്. ഇന്ത്യ എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യ സഖ്യം. മഹിളാ സമ്മാൻ, സ്ത്രീകളുടെ പിന്തുണ, നിതീഷിൻ്റെ സ്ഥിര നിക്ഷേപം. അതായത് എപ്പോഴും നിതീഷ് കുമാറിൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഈ വനിതാ വോട്ടർമാർ എന്ന് പറയുന്നത്. കാരണം അവരെ കയ്യിലെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള ജനകീയ പദ്ധതികളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളി നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രി കൂടിയാണ് നിതീഷ്. അപ്പോൾ ഏതായാലും ഇത്തവണ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതല്ലാത്ത ചില കാര്യങ്ങൾ കൂടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ, അല്ലെങ്കിൽ ചില വിശകലനങ്ങൾ കൂടെ ഇന്ന് മലയാള മനോരമയും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഈ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ച ജീവിക ദീദിമാരിൽ 1.5 ലക്ഷം പേര് വോട്ടർമാരെ സഹായിക്കാനായി നിയോഗിച്ച കമ്മീഷൻ്റെ നടപടി, അത് സംബന്ധിച്ച് അത് നേരത്തെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതായത് കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്ന ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ഒക്കെ വിമർശനം ഇനിയും ഉന്നയിക്കപ്പെടും എന്ന് തന്നെ പറയുന്നുണ്ട്. ഏതായാലും ചിരാഗ് പാസ്വാൻ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മലയാള മനോരമ ഒരു രസകരമായ തലക്കെട്ടുകൾ നൽകിയ ദിവസം കൂടിയാണ്. മാതൃഭൂമിയിലേക്ക് വന്നാൽ നിതിഹാസം എന്നാണ് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അത് നിതിഹാസം, ക്ഷമിക്കണം, ഈ നിതീഷ് കുമാറിനെ എടുത്ത് പൊക്കുന്ന ആളുകളുടെ ഒരു കാരിക്കേച്ചർ, ഒരു ഇല്ലസ്ട്രേഷൻ കൂടെ അവർ ആ രീതിയിൽ ചേർത്തിരിക്കുന്നു. ഒപ്പം ഉൾപേജിൽ ബിഗ് JP എന്ന് 9ാം പേജിൽ നൽകി മഹാപതനം എന്നും ഈ മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നു. ഒപ്പം ഇന്ത്യ സഖ്യത്തിന് ഇത് ഒരു പരിശോധന നടത്തേണ്ട സമയമാണ് എന്ന് പറയുന്നു. SIR-ൽ തർക്കിച്ച മുന്നണികൾ എന്ന് പറയുന്നു. അതായത് SIR-ന് ശേഷവും 3 ലക്ഷം വോട്ടുകൾ കൂടിയതിൽ ദുരൂഹതയെന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഏതായാലും വാർത്തയായി നൽകിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോരാടി തേജസ്വി കഴിഞ്ഞ തവണയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് താഴേക്കൊക്കെ പോയെങ്കിൽ പോലും ആകെ അല്പമെങ്കിലും ഒന്ന് പിടിച്ചു നിന്നത് എന്ന് പറയാവുന്ന ഒരു ദുർബല പ്രതിരോധം നടത്തിയതെങ്കിലും RJD ആയിരിക്കും. ചിരാഗ് ഏതായാലും ഹീറോ ആയി 1-ൽ നിന്ന് 19 സീറ്റിലേക്ക് വളർന്ന LJP എന്ന് ആ വാർത്തയിൽ പറയുന്നു. ഹിന്ദു പത്രം NDA ടേക്സ് ബീഹാർ ബൈ സ്റ്റോം എന്നാണ് ഹിന്ദുവിൻ്റെ തലക്കെട്ട്. ഹിന്ദു ഉൾപേജിൽ
ഇത് വളരെ രസകരമായി തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഹിന്ദുവിൻ്റെ ഉൾപേജ് വളരെ മനോഹരമാണ്. കാരണം എല്ലാ ഡേറ്റയും ഒപ്പം വളരെ രസകരമായി അത് പ്ലേസ് ചെയ്യുക കൂടി ചെയ്തിരിക്കുന്നു. 9-ാം പേജിൽ ഈ പറയുന്ന ഈ വുമൺ അലയൻസ് ആ ഒരു മാത്തമാറ്റിക്കൽ അവരുടെ ഒരു രീതിയുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ അവരുടെ ഒരു മാസീവ് വിന്നെ ലിഫ്റ്റ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഈ ഒരു അരിതമെറ്റിക് എങ്ങനെ വർക്ക് ചെയ്തു എന്ന് പറയുന്നു. അത് വളരെ രസകരമായി നൽകിയിരിക്കുന്നു. ഒപ്പം ചിരാഗ് പസ്വാൻ മധുരം നൽകുന്ന മധുരം നൽകുന്ന ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ട്. നിമോ ലാൻഡ്സ്ലൈഡ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തലക്കെട്ട്. അതായത് നിതീഷ് കുമാറിനെയും നരേന്ദ്രമോദിയെയും ചേർത്തുകൊണ്ടുള്ള ഒരു പ്ലേസിംഗ് അവർ 1-ാം പേജിൽ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്നു. ഒപ്പം ഈ ജംഗിൾ രാജ് എന്നോടുള്ള ആളുകളുടെ ഒരു ഭീതിയാണ് ഞങ്ങളെ വിജയിപ്പിച്ചത് എന്ന് അമിത്ഷാ പറയുന്ന കാര്യവും ചേർത്തിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ ബിഹാർ ഫോർ NDA, ബിഗ് ഹാർ ഫോർ MGB എന്നാണ്. അതായത് മഹാഗഡ്ബന്ധന് പ്രഹരവും ഒപ്പം NDAക്ക് അവരെ ബിഹാർ അവരെ കൊണ്ടുവന്നിരിക്കുന്നു വീണ്ടും എന്നുള്ള രീതിയിൽ ആ തലക്കെട്ടിൽ പോയിരിക്കുന്നു. ഉൾപേജിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് തോറ്റു, ഈ സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് മറ്റേ ശ്രീനിവാസൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിൽ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് മഹാഗഡ്ബന്ധൻ തോറ്റു എന്നതിനെ സംബന്ധിച്ച് കുറേ വിശകലനങ്ങൾ ഉൾപേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഇന്ന് വളരെ കൗതുകരമായൊരു കാര്യം, ഈ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആദ്യത്തെ ക്രിക്കറ്റ് ജീവിതം ആരംഭിക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ആ ദിവസം ആണ് ഇന്ന് എന്നുള്ളത് ആ ഒരു പ്രത്യേകത വെച്ച് നിതീഷ് ദ ടെണ്ടുൽക്കർ ഓഫ് ബീഹാർ പൊളിറ്റിക്സ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ പതിവ് പോലെ ഈ വാർത്തയെ ആ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു. പക്ഷേ ഇത്രയും മനോഹരമായി മറ്റു പത്രങ്ങൾ നൽകിയോ എന്ന് സംശയമുണ്ട്. ജന്മഭൂമി ഏതായാലും താമര തരംഗം എന്ന് ജന്മഭൂമി നൽകിയിരിക്കുന്നു. ബീഹാറിൽ NDA പടയോട്ടം അപാരം അത്യുജ്വലമാണ് എന്ന് കേരള കൗമുദിയുടെ 1-ാം പേജിൽ തലക്കെട്ടിൽ പറയുന്നു. സുപ്രഭാതവും ചന്ദ്രികയും ഈ വാർത്തകളെ സമീപിച്ചിരിക്കുന്നത്, അതായത് നിതീഷ് കുമാറിന് ഭരണ തുടർച്ച എന്ന രീതിയിലാണ് സുപ്രഭാതവും ചന്ദ്രികയും നൽകിയിരിക്കുന്നത്. പക്ഷേ മാധ്യമം കുറച്ചുകൂടെ രസകരമായി നൽകിയിട്ടുണ്ട്. ബീഹാറിൽ NDA തേരോട്ടം, അംബോ നിതീഷ് എന്നാണ് മാധ്യമത്തിൻ്റെ തലക്കെട്ട്. ഏതായാലും ആ വാർത്തയ്ക്ക് അവർ ഉൾപേജിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങളിലേക്ക് കൂടെ മാധ്യമം പോയിരിക്കുന്നു. ആഘാതം ദേശരാഷ്ട്രീയത്തിന് എന്നും നിതീഷിന് മീഠാപാൻ എന്നും പ്രത്യേകം സ്റ്റോറികളുണ്ട്. ഒപ്പം വോട്ട് ഹാക്കിങ്ങിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞുകൊണ്ട് പട്നയിൽ നിന്നുള്ളൊരു സ്റ്റോറി, അതായത് ഈ മഹാസഖ്യത്തിൻ്റെ പരാജയം ആരംഭിക്കുന്നത് SIR-ലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു വേർഷൻ, അല്ലെങ്കിൽ ഈ SIR ആണ് ഇതിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചതെന്നുള്ള ഒരു ടോണിൽ ഉള്ള ഒരു അനാലിസിസ് ഏതായാലും മാധ്യമം നടത്തിയിരിക്കുന്നു. സുപ്രഭാതവും ചന്ദ്രികയും ഞാൻ പറഞ്ഞതുപോലെ അത് ഒരു ഭരണ തുടർച്ചയാണ്, അത് അപ്രതീക്ഷിതമാണ്. ആ തിരിച്ചടി RJD സംബന്ധിച്ച് പ്രശാന്ത് കിഷോറിൻ്റെ കന്നി പരീക്ഷണം പാളി എന്നുള്ള കാര്യവും നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിൽ 1-ാം പേജിൽ ബീഹാറിൽ വീണ്ടും NDA എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം വോട്ട് വെട്ടലും വർഗീയ ധ്രുവീകരണം നടന്നുവെന്ന് ദേശാഭിമാനി പറയുന്നു. പക്ഷേ സമഷ്ടിപൂരിലെ മോസ്കോയിൽ വീണ്ടും ചെങ്കൊടി എന്ന് പറഞ്ഞുകൊണ്ട് CPM-ൻ്റെ സിറ്റിംഗ് MLA അജയ് കുമാർ JDU-വിനെ പരാജയപ്പെടുത്തിയ വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഒപ്പം 1-ാം പ്രതി ഈ തോൽവിക്ക്, മഹാഗഡ്ബന്ധൻ്റെ തോൽവിക്ക് 1-ാം പ്രതി കോൺഗ്രസ് ആണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അത് 7-ാം പേജിൽ ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ തോൽവി 1-ാം പ്രതി കോൺഗ്രസ് എന്ന് അവർ കൊടുത്തിരിക്കുന്നു. ഒപ്പം മഹാസഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ വിനയായി എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നിൽ നിന്ന് കുത്തി ഒവൈസിയും പ്രശാന്ത് കിഷോറും എന്ന് അവർ അതിൻ്റെ മറ്റൊരു അനാലിസിസ് കൂടെ കൊടുക്കുന്നു. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നിൽ നിന്ന് കുത്തിയെന്നതിനേക്കാൾ അവർ മത്സരിച്ചു എന്നുള്ളതുകൊണ്ട് അത് തത്വത്തിൽ അത് എതിരായി മഹാസഖ്യത്തിന് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർക്ക് അങ്ങനെ മത്സരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് മറ്റു പാർട്ടികൾ മത്സരിച്ച് വോട്ട് ഭിന്നിച്ചു എന്നുള്ളതുകൊണ്ട് തോറ്റുപോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പകരം അങ്ങനെ പാർട്ടികൾ വന്നാലും ജയിക്കേണ്ട ഉത്തരവാദിത്തം അതത് പാർട്ടികൾക്കുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജി അവർ ഉണ്ടാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ രീതിയിലാണ് 1-ാം പേജുകളും തലക്കെട്ടുകളും വളരെ രസകരമായ ഡേറ്റകളും ഒപ്പം ഗ്രാഫുകളുമെല്ലാം, ഈ ഗ്രാഫിക്സുമെല്ലാം ഇന്നത്തെ പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ വാർത്തകളിൽ നിന്ന് പുറത്തു കിടന്നാൽ മാതൃഭൂമിയുടെ 1-ാം പേജിൽ
മരങ്ങളുടെ അമ്മ, അതായത് സാലു മരത തിമ്മക്ക എന്ന് പറയുന്ന, നമ്മൾ നേരത്തെയൊക്കെ വാർത്തകളിൽ കണ്ടിട്ടുള്ളതാണ്. ഈ മരം അരയാലുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലു മരത തിമ്മക്ക വിടവാങ്ങി എന്നുള്ള വാർത്ത. ആ വാർത്ത മാതൃഭൂമി ഒരു അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. ഒപ്പം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത സേതു നേരത്തെ വായിക്കുമ്പം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് 29 വർഷം മുമ്പ് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ ജനിച്ചു വീണ യുവാവ് വെള്ളിയാഴ്ച മുതൽ അതേ ബോട്ടിലെ ജീവനക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പിറന്നു വീണ ബോട്ട് വെങ്കടേഷിന് ഇനി പോറ്റമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത അത് വളരെ രസകരമായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒപ്പം ഗ്രീൻലാൻഡിൽ ഭൂമി വാങ്ങാൻ അമേരിക്ക വിയർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഗ്രീൻലാൻഡിൽ ഈ ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ മറ്റുള്ള രാജ്യങ്ങൾ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു നിയമം ഗ്രീൻലാൻഡിൽ വന്നിരിക്കുന്നു. അത് ഇന്ന് മാതൃഭൂമി 16-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഒരു കൗതുകമുള്ള ഒരു വാർത്ത മാതൃഭൂമിയിൽ ഞാൻ കണ്ടിരുന്നു. ബിൽ കുടിശ്ശികയിൽ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു, പ്രതികാരമായി 23 ട്രാൻസ്ഫോർമറുകളിലെ ഫ്യൂസൂരി യുവാവ് എന്ന് പറയുന്ന ഒരു കൗതുക വാർത്ത കൂടെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒപ്പം സ്പോർട്സ് പേജിലേക്ക് വന്നാൽ അതായത് ഈ ബുംറയ്ക്ക് 5 വിക്കറ്റ്, 1-ാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക 159 പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലെ ആ കളി, അതിന് ആ വാർത്തയിൽ 1-ാം ഇന്നിങ്സിൽ 159 റൺസിന് ഓൾ ഔട്ടായതും ഒപ്പം മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 37 റൺസ് എടുത്ത വാർത്തയുണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചുവപ്പ് കാർഡ് കിട്ടിയ വാർത്തയുണ്ട്. ക്രിസ്ത്യാനോ അയർലൻഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ ക്രിസ്ത്യാനോയ്ക്ക് ചുവപ്പ് കാർഡ്. രാജ്യാന്തര സീനിയർ കരിയറിൽ ആദ്യം, എത്ര തവണ വിലക്ക് എന്നറിയാൻ ഇനി 3 ആഴ്ച എന്ന് ഒരു ക്രിസ്ത്യാനോൻ്റെ ചിത്രം സഹിതം വാർത്ത നൽകിയിരിക്കുന്നു. ഫ്രാൻസ് ലോകകപ്പിന്, അതായത് 2026 ലോകകപ്പിന് യോഗ്യത നേടിയ ഫ്രാൻസിൻ്റെ ചിത്രം സഹിതം, അതായത് ഖത്തറിൽ കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയുടെ കുതിപ്പിന് മുന്നിൽ ചിതറിപ്പോയ കിരീട സ്വപ്നങ്ങൾ വീണ്ടും ഉണർത്തി ഫ്രാൻസ് 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയെന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഏതായാലും വളരെ രസകരമായ വാർത്തകളും നല്ല തലക്കെട്ടുകളും വളരെ വിശദാംശങ്ങളും ധാരാളം വായിക്കാനുള്ള ബിഹാർ ഡേറ്റയും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനും എല്ലാം ഉള്ള ഒരു ദിവസമാണ്. ഏതായാലും NDAയുടെ മഹാവിജയത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അതിൻ്റെ ഓരോ പ്രദേശത്തെയും വോട്ട് ഷെയറുകളും മറ്റ് കാര്യങ്ങളെല്ലാം വരാനിരിക്കുന്നതേ ഉള്ളത്. ഒരുപക്ഷെ നാളത്തെ പത്രത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതലായിട്ട് പുറത്തു വരും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ, പ്രധാന വാർത്തകളിൽ നിന്ന് നമുക്ക് ഏതായാലും പത്രവാർത്തകളിൽ നിന്നും പുറത്തു കിടക്കാം. സേതു.